അരുൺ, നമ്മളിനി അങ്ങോട്ടാ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമലയുമായി ബന്ധപ്പെട്ട അതോടൊപ്പം തന്നെ സംഘപ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായുള്ള രണ്ട് വ്യക്തിത്വങ്ങളുടെ അടുത്തേക്കാണ് ഈ ഒരു നാളെ നടക്കാൻ പോകുന്ന വിരാട ഹിന്ദു സംഗമം, ശബരിമല സംരക്ഷണ സംഗമം, ആ സംഗമത്തിന്റെ വിശേഷങ്ങൾ, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആ രണ്ട് വ്യക്തിത്വങ്ങളുടെ നിലപാടുകൾ. നമ്മളിപ്പോൾ പന്തളത്ത് പ്രധാനപ്പെട്ട ഒരു വീട്ടിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ യുവതീ പ്രവേശന പ്രക്ഷോഭ സമയത്ത് ഞാൻ ആ സമയത്ത് ഡൽഹിയിലെ റിപ്പോർട്ടറായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ബാലാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ മറ്റ് കമ്മീഷൻ, വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പ്രതികരിച്ചിരുന്നു. ഒരു പക്ഷേ അതിനൊക്കെ ഒരു കൃത്യമായ ഇടപെടൽ നടത്തിയ ഒരു മനുഷ്യൻ, ഒപ്പം ജെ നന്ദേട്ടനുണ്ട്, അതോടൊപ്പം തന്നെ ശ്രീ സദാനന്ദ മാസ്റ്ററുണ്ട്. രണ്ടുപേരെയും ജനൻ TV പ്രേക്ഷകർക്ക് പരിചിതമായ രണ്ട് മുഖങ്ങളാണ്. ഞങ്ങൾ ഹൃദയപൂർവ്വം ഈ പ്രത്യേക വാർത്താ പുലരിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നന്ദേട്ട, സ്വാമി ശരണം. അതന്നെയാണ് മറുപടി. നന്ദേട്ട, നമുക്ക് ഒന്ന് നടന്നാലോ? മാഷേ ഒന്ന് കൈ പിടിക്കാമോ? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗമമാണ് നാളെ നടക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം കാത്തുകൊണ്ട് തന്നെ ഒരു വികസനം വേണം. അല്ലാതെ സ്പോൺസർഷിപ്പ്, ഡയമണ്ട്, ഗോൾഡ്, അല്ലെ നന്ദേട്ടാ, അങ്ങനെ ഒരു വികസനമല്ല വേണ്ടത് എന്നത് കൃത്യമായ സന്ദേശമാണ്. അതിൻ്റെ കൃത്യമായ ഒരു സന്ദേശം വിളിച്ചോതുന്ന ഒരു സംഗമമാണ്, വിരാട ഹിന്ദു സംഗമമാണ് നാളെ ഈ പന്തളത്തെ പുണ്യഭൂമിയിൽ നടക്കുന്നത്. അതിൽ പങ്കെടുക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഞങ്ങൾക്കൊപ്പം ഇപ്പോൾ ചേരുന്നത്. നന്ദേട്ടാ, അവിടെ ഇരിക്കാം. യെസ് നന്ദേട്ടാ, ഈ മുദ്രാവാക്യം വിളിക്കുന്ന പോലെയാണ് ഇപ്പൊ ശരണം വിളിക്കേണ്ടതെന്നാണ് പറയുന്നത്. സ്വാമിയേ ശരണ അയ്യപ്പ എന്ന്. നന്ദേട്ടൻ ഇത് കണ്ടപ്പോൾ എന്തായിരുന്നു ആദ്യം തോന്നിയത്? സത്യത്തിലൊരു പൊറാട്ട് നാടകം നടത്തുകയാണ് ഭക്തിയുടെ പേരിൽ. എനിക്ക് സത്യത്തില് സഹതാപം തോന്നുകയാണ് ഈ മുഖ്യമന്ത്രിയെ കുറിച്ച് ഓർത്തിട്ട്. എത്ര കണ്ട് തകർന്നു പോയിരിക്കുന്നു ആ മനുഷ്യൻ. പണ്ടേ പൊള്ളയാണ് അകം, പുറത്ത് കാട്ടിക്കൂട്ടുന്നതായിരുന്നു. ഞാൻ വാളിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്ന ആളാണ്, ഞാൻ ചുരികയുടെ ഇടയിൽ കൂടെ നടക്കുന്ന ആളാണ്, കൈ കൊട്ടിയിട്ട് ഒരു ആക്ഷൻ കാണിക്കും. ഇതിൽ നിന്നൊക്കെ തന്നെ വളരെ പ്രകടമാണ്, വ്യക്തമാണ് മനസ്സിൻ്റെ പൊള്ളത്തരം. അകത്ത് വെറും പൊള്ളയാണ്, ഭീരുവാണ് എന്ന വസ്തുത ഇപ്പോൾ അത് കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. അതിന് അയ്യപ്പൻ ചെറുതായിട്ടൊന്ന് അദ്ദേഹത്തിൻ്റെ കൺകോണിലൂടെ ഒന്നും നോക്കിയിട്ടില്ല, നോക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ചുമച്ച് അവശനായി, സത്യത്തിൽ ശ്വാസം മുട്ടിപ്പോയി കണ്ടിരിക്കുന്ന നമുക്ക് പോലും അവിടെ പടഞ്ഞു വീഴുമെന്ന് തോന്നിപ്പോയി. കാരണം ഇത് ചെറിയ കാര്യമല്ല, ചെറിയ ആളോടല്ല ഈ കളിക്കുന്നത്. എന്തെല്ലാം തരത്തിലുള്ള സംവിധാനങ്ങൾ, സന്നാഹങ്ങൾ ചെയ്തു നോക്കി. ഈ പത്തനംതിട്ട ജില്ലയല്ല, പുറത്തുള്ള ജില്ലകളിൽ നിന്നുള്ള ദേവസ്വം ബോർഡ് ജോലിക്കാരെ മുഴുവൻ അവിടേക്ക് കൊണ്ടുവരാൻ നോക്കി, ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരാൻ നോക്കി, PWD ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവരെവിടെ പോയെന്നറിയില്ല, ഹാളിലൊന്നും അവരാരും കയറിയിട്ടില്ല. അപ്പോൾ അവരെ ഇനി എനിക്ക് മനസ്സിലാവുന്നില്ല, അയ്യപ്പൻ വല്ല ഭൂതഗണങ്ങളെ അയച്ചിട്ട് വേറെ വല്ല വഴിക്ക് വല്ലതും കൊണ്ടു നടന്നോ സംശയമുണ്ട്. ഇപ്പം ആകെ ഒരു അങ്കലാപ്പിലാണ്. ഇന്നലെ രാത്രി മുഴുവൻ ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ വിജയ എന്ന് ചോദിച്ച പോലൊരവസ്ഥയായിരുന്നു ഇന്നലെ കണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് എനിക്ക് പിറ്റി സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? അതേപോലെ ഈ രാഷ്ട്രീയ സമ്മേളനം നടത്തേണ്ട സ്ഥലമല്ല പൂങ്കാവനം. 18 പുണ്യവനങ്ങൾ, പുണ്യഗിരികൾ, പുണ്യക്ഷേത്രങ്ങളെല്ലാം അടങ്ങുന്ന ആ പവിത്ര സങ്കേതം ഒരു ജീവമാന സ്വരൂപമാണ്. ഈശ്വരൻ്റെ ചൈതന്യവത്തായ ഒരു മൂർത്തിമത് രൂപമാണ് ആ 18 മലകളടങ്ങിയ പൂങ്കാവനം എന്ന് പറയുന്നത്. അതിനകത്തല്ല ഈ രാഷ്ട്രീയ സമ്മേളനം നടത്തേണ്ടത്. ഒരു തരത്തിൽ പറഞ്ഞാൽ പറയുന്നത് ഇത്തിരി കടുത്തു പോകുമെന്നറിയില്ല, എന്തായാലും ഒരു ആഗോള അല്പസമ്മേളനം നടത്തേണ്ടത് അവിടെയല്ല. സത്യത്തിൽ നോക്കൂ, ഇപ്പോൾ സത്യത്തിൽ നാളെ നടക്കാൻ പോകുന്ന വിരാട ഭക്ത സമ്മേളനം അത് എല്ലാ ഹൈന്ദവ ആചാര വിശ്വാസങ്ങളോടും കൂടി നടത്തുന്നതാണ്. ഭക്തിയോടുകൂടി പൂജ നടത്തി ശരണം വിളിച്ച് ഭജന ചൊല്ലി നടത്താൻ പോകുന്നതാണ്. നിശ്ചയമായിട്ടും ഭക്തിയോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ധാർമ്മിക കൃത്യമെന്ന നിലയ്ക്ക് ആ സമ്മേളനം പൂങ്കാവനത്തിലോ ശബരിമല സന്നിധാനത്തിലോ നടത്താമായിരുന്നു. പക്ഷേ നോക്കൂ, പൂങ്കാവനത്തിന് പുറത്താണ്, പന്തളത്താണ് നടത്തുന്നത്. കാരണം എന്താ? അത് അവിടെ തന്നെ നടത്താമായിരുന്നു, ശക്തി കാണിക്കാനുള്ള നിലയ്ക്ക് ഇതൊരു രാഷ്ട്രീയ പരിപാടിയായിരുന്നെങ്കിൽ. നിശ്ചയിച്ചു, ഇതിൻ്റെ സമ്മേളനം നടത്തിപ്പുകാർ തീരുമാനിച്ചു അത് നടത്തേണ്ടത് അയ്യപ്പൻ്റെ പൂങ്കാവനം ഭക്തിക്കുള്ളതാണ്, അയ്യപ്പ ശരണം വിളിക്കുള്ളതാണ്, അത് മുദ്രാവാക്യം വിളിക്കാനുള്ളതല്ല. നോക്കൂ, എത്ര കൃത്യമായിട്ടാണ് ആ പാവത്തിൻ്റെ കൈ ചുരുട്ടി മുകളിലേക്ക് പോയിട്ട് സ്വാമിയെ
അയ്യപ്പോ ഇത് കൈ പൊക്കി സ്വാഭാവികമായി ഉണ്ടായതല്ല അത് പരിശീലിച്ച് ചെയ്തു തന്നെയാണ്. ഇതറിയാതെ പുറത്തു വരും ഈ കള്ള. മാത്രല്ല നന്ദേട്ടാ, ഗീതോപദേശം കേട്ടുകായിരുന്നോ? അത് എനിക്ക് തോന്നിയത് ഇതിനകത്ത് ഏക മെച്ചം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗീതയിലെ ഭക്തലക്ഷണം ഇങ്ങനെ പറയാനൊരു അവസരം. അതെങ്ങനെയാ പറഞ്ഞെന്ന് എല്ലാവരും കേട്ടതാണ്. പക്ഷേ വലിയ ജോലി ചെയ്തിട്ടുണ്ടാവും അവരുടെ ഈ ബാക്ക് റൂം ബോയ്സ്, പ്രഭാവർമ്മയും. ബ്രിട്ടാസിന് ഗീത അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും ചേർന്ന് വല്ലാതെ പണിപ്പെട്ട് ഇത് എഴുതി പലവട്ടം വായിച്ച് പഠിപ്പിച്ച് ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനത്തേതായിക്കൂടാന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഏതായാലും ആ ഗീതയുടെ വരി ചൊല്ലി. പക്ഷെ ആ കൂട്ടത്തിൽ അദ്ദേഹം 3-ാം അധ്യായത്തിൽ മിഥ്യാചാര ലക്ഷണം ഉണ്ടായിരുന്നു, അതുകൂടി ചൊല്ലേണ്ടതായിരുന്നു. അതായത് ഹിപ്പോക്രേറ്റ് ആരാണെന്ന് ഭഗവാൻ വർണ്ണിക്കുന്നുണ്ട്. കർമ്മേന്ദ്രിയാണി സംയമ്യ ഏ ആസ്ഥേ മനസാസ്മരൻ എന്ന് പറയുന്ന എന്ന് തുടങ്ങുന്ന ആ ശ്ലോകമുണ്ട്. ആരാണ് മിഥ്യാചാരൻ? പുറമേ പലതും കാണിക്കുകയും അകത്ത് വേറൊന്നായിരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനെല്ലാം സംയമനാണ്, എൻ്റെ കൈ ശുദ്ധമാണ് എന്നൊക്കെ പറയുകയും മോളെ കൊണ്ട് കൈക്കൂലി മേടിപ്പിക്കുകയും കൈക്കൂലിക്ക് മാസപ്പടി എന്ന് പേര് കൊടുക്കുകയും ഇതൊക്കെയാണ് ഈ തരത്തിൽ പറഞ്ഞാൽ മിഥ്യാചാരൻ്റെ ലക്ഷണം, ഹിപ്പോക്രറ്റിൻ്റെ ലക്ഷണം. അതുകൂടി ചൊല്ലേണ്ടതായിരുന്നു സത്യത്തിൽ. ഈ അവസാന കാലമാകുമ്പോഴേക്കും ഏതൊരു തരത്തിലാണ് ആ മനുഷ്യൻ താഴോട്ട് പോയി ഉള്ളു മുഴുവൻ പുറത്ത് കാണിക്കുന്ന വിധത്തിലേക്ക് മാറുന്നത് എന്ന് കാണിക്കുന്ന ഒന്നായി പോയി ഇന്നലത്തെ ഈ അഭ്യാസം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആകെ വീണ്ടും അദ്ദേഹത്തോട് പറയാൻ തോന്നുന്ന ആ പഴയ സിനിമയിലെ ഡയലോഗാണ്, വിജയ നിനക്കൊന്ന് കരഞ്ഞുകൂടെ, പൊട്ടിക്കരഞ്ഞുകൂടെ എന്ന്. ഇതിനെ വെള്ളാപ്പള്ളി ആ സമയത്ത് പറഞ്ഞത് അദ്ദേഹം ഒരു ഉത്തമനായ ഭക്തനാണ്, പക്ഷെ നിലപാടുകളുടെ പേരിലാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് വെള്ളാപ്പള്ളി തന്നെ ആ സംഗമ വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയേണ്ടി വന്നു. എനിക്കൊന്ന് മാഷേ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം എന്തുകൊണ്ട് പാർലമെന്റിൽ നമ്മൾ പ്രകടന പത്രികയിൽ BJP ഒരു പ്രധാനപ്പെട്ട നിയമനിർമ്മാണം നടത്തും എന്നൊക്കെ പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല? ഇപ്പം ഞങ്ങൾ ജനസഭകളുമായി ഇറങ്ങുമ്പോൾ ഒക്കെ ഞങ്ങൾ നേരിടുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങളല്ലേ പറഞ്ഞത് അത് പ്രത്യേക നിയമനിർമ്മാണം നടത്തും, നിങ്ങൾ എന്താ അത് ചെയ്തില്ല? ഈ രീതിയിൽ അപ്പൊ അങ്ങ് ഒരു MP കൂടിയാണ്, അപ്പോൾ ആ അർത്ഥത്തിൽ കൂടി ഒരു മറുപടി. അല്ല, ഇതിലിപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളെന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യം, ഞങ്ങൾക്കിതൊന്നും കഴിയില്ല എന്നതിൻ്റെ പ്രകടമായ സമ്മതമാണ്. ഞങ്ങൾക്കിതൊന്നും സാധിക്കില്ല, നിങ്ങൾക്കാണ് സാധിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളത് ആ നിലക്ക് തന്നെയാണ് അത് കാണുന്നതും. ഈ വിഷയത്തിൽ ശാശ്വതമായൊരു പരിഹാരം എന്ന് പറയുന്നത് നിയമനിർമ്മാണമാണെങ്കിൽ നിയമനിർമ്മാണത്തിനൊരു തടസ്സവുമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതവിടെ ഇരിക്കട്ടെ. പക്ഷെ നമുക്ക് കേരളമാണ്, ഈ പറയുന്ന ദേവസ്വം അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളൊക്കെ ഇവരുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ വിഷയത്തെ സാമാന്യ ഭക്തജന സമൂഹം അവരുടെ വികാരത്തിനൊപ്പം ഇവർക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല എന്നതാണ് ഉത്തരം. പക്ഷെ ഇപ്പോൾ കാണുന്നത് എന്താണ്? ഒരു തരം വേഷം കെട്ടലാണ്. വേഷം കെട്ടൽ ദോഷം ചെയ്യും എന്ന് നമ്മൾ ചെറുപ്പം തൊട്ടേ പറഞ്ഞ് ശീലിച്ചതാണ്. ആ ദോഷത്തിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. ഇപ്പം പറഞ്ഞില്ലേ, മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുക. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ കണ്ണൂരിൽ ആ ഭാഗത്തൊക്കെ ജന്മാഷ്ടമി ദിനത്തിൽ തലേ ദിവസം വളരെ മനോഹരമായി കാവിക്കൊടികളൊക്കെ കെട്ടി, കുരുത്തോല തൂക്കി, തോരണം തൂക്കി ശ്രീകൃഷ്ണ ജയന്തിയെ വരവേൽക്കാൻ തലേ ദിവസം വൈകുന്നേരം തന്നെ പ്രവർത്തകരൊക്കെ അതിനുവേണ്ടി തയ്യാറാകും, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വന്നിട്ട്. പിറ്റേന്ന് കാലത്ത് ഞങ്ങൾക്ക് ഈ അലങ്കാരം നടന്ന സ്ഥലങ്ങളിലൊക്കെ കാണാൻ സാധിച്ച ഒരു പോസ്റ്റർ, സഖാവ് ശ്രീകൃഷ്ണന്റെ ജന്മദിനത്തിന് ആശംസകൾ, ബാലസംഘം. കണ്ടിട്ടുണ്ട്. അപ്പോൾ ജീവിക്കുന്നു ഞങ്ങളിലൂടെ. അപ്പോൾ ഒരു സന്ദർഭത്തിൽ P. കൃഷ്ണപിള്ളയുടെ ചരമദിനവും ശ്രീകൃഷ്ണ ജയന്തിയും ഒരേ സമയത്ത് വന്നിരുന്നു. അപ്പോൾ അന്ന് ഈ അലങ്കാരത്തിനൊക്കെ ഒരു മത്സരം പരസ്പരം ഉണ്ടായിരുന്നു. പിന്നെ അവരാദ്യം ഉച്ചതൊട്ടേ അലങ്കാരം തുടങ്ങി, ചുവന്ന കൊടിയൊക്കെ കിട്ടി. അപ്പോൾ അതിനപ്പുറത്ത് നമ്മുടെ വലകൂലത്തിൻ്റെ പ്രവർത്തകരൊക്കെ അതിൻ്റെ അപ്പുറത്ത് കാവിക്കൊടികളൊക്കെ കിട്ടി. ഇങ്ങനെയൊക്കെ അന്നും ഈ കൃഷ്ണപിള്ള ദിനം സിന്ദാബാദ്, ശ്രീകൃഷ്ണ ജയന്തി സിന്ദാബാദ് എന്ന പോസ്റ്റർ കാണാൻ സാധിച്ചിട്ടുണ്ട്. മുമ്പ് കണ്ണൂരിൽ P. ജയരാജൻ്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയൊക്കെ നടത്തി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനു മുമ്പേ ഞങ്ങളുടെയൊക്കെ പാർട്ടി ആധിപത്യ ഗ്രാമത്തിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരുതരം വേഷം കെട്ടലാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന ആളുകൾ എങ്ങനെയുള്ളവരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ് ഓരോ അവസരത്തിലും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവർ നടത്തിയ ഈ ഒരു പരിപാടി എന്താണ് ഇവരുടെ ഉള്ളിലിരിപ്പ് എന്ന് കൃത്യമായി ജനങ്ങളെ മനസ്സിലാക്കാൻ. ഇപ്പോൾ നന്ദേട്ടൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ആ പ്രകടനം കാണുമ്പോൾ ശരിക്കും നമ്മളൊക്കെ വിചാരിച്ചതാണ് അദ്ദേഹത്തിന് പ്രസംഗം പൂർത്തിയാക്കാൻ കഴിയില്ലേ,
ഒരു പക്ഷേ ക്ഷീണിച്ചവശനായി കസേരയിലിരിക്കുന്ന ആ ഒരു രംഗം കൂടി കാണേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ തന്നെയാണ് നമ്മൾ നോക്കി കണ്ടത്. പക്ഷെ എന്തുകൊണ്ടോ ഭഗവാൻ അദ്ദേഹത്തെ രക്ഷിച്ചു. ഭഗവാൻ പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്ന ഫ്രെയിമും കൂടി ഉണ്ടല്ലോ മാഷെ. കാരണം ഭഗവാന്റെ ആ ഒരു 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 ശില മുന്നിലുണ്ട്. ആ ഒരു എനിക്കൊന്ന് മരത്തടി ഉണ്ടാന്ന് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. ഭഗവാന്റെ ഒരു 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 വിഗ്രഹം പോലെ അതിന് പുറകിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ആ ചൈതന്യത്തിന്റെ ഒരു ശക്തി അവിടെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന് പ്രസംഗം പൂർത്തിയാക്കാൻ സാധിച്ചു. ഏതായാലും ഇതില് പണ്ട് സംശയിച്ചിങ്ങനെ ദൂരെ ചൂണ്ടിക്കാണിച്ച് ആ വിളക്കിരിക്കുന്നിടത്താണോ ആണോ ഇരിക്കുന്നത്? ഇപ്പൊ ഇങ്ങനെ അടുത്ത് വന്നു. അതെ 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 അതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPIM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം പിന്നെ പരിഹാസ്യമായ നീക്കങ്ങൾ അവരുടെ കാലത്തിൻ്റെ ഒരു കാവ്യനീതി എന്ന് തന്നെ പറയാം. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നാടെമ്പാടും രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ അതിനോട് പ്രതികരിച്ചപ്പോൾ ആ സമയത്തും അവരെന്താ ചെയ്തത്? ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനും ഇതുവഴി ഉയർന്നു വരുന്ന ഹൈന്ദവ സ്വാഭിമാനത്തെ ഇല്ലാതെയാക്കാനും വേണ്ടിയുള്ള മനഃപൂർവ്വമായ പരിശ്രമമാണ് അവർ നടത്തിയത്. മറ്റേ എന്താണ് അമ്മമാരെയൊക്കെ അണിനിരത്തിക്കൊണ്ട് നടത്തുന്ന നവോത്ഥാന മതിലോ അങ്ങനെ എന്തോ ഒക്കെ വനിതാ മതിൽ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ പല സ്കൂളുകളിൽ നിന്നും +2 പഠിക്കുന്ന കുട്ടികളെയൊക്കെ ബസ്സിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഈ വനിതാ മതിൽ നിർമ്മിച്ചത്. അപ്പോൾ അതും അന്ന് ഒരു പ്രഖ്യാപിത സമരമായിരുന്നു. ഭക്തജന സമൂഹത്തോട്, വിശ്വാസി സമൂഹത്തോട് ഒരു സമരപ്രഖ്യാപനം എന്ന നിലക്ക് തന്നെയാണ് CPIM-ന്റെ നേതൃത്വത്തിൽ, സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആ പരിപാടിയൊക്കെ നടന്നത്. അതൊക്കെ നടത്തിയത് ഈ കേരളത്തിൽ ഉയർന്നു വരുന്ന ആധ്യാത്മിക സംസ്കാരത്തെ, ആത്മീയ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടി തന്നെയാണ്. കേരളം നമ്പർ 1 എന്ന് പറയുന്ന കൂട്ടത്തിൽ അവരെണ്ണി പറയുന്നത് ഇതൊക്കെ തന്നെ. ഇപ്പം ഇന്നലെ പറഞ്ഞില്ലേ, മതാതീത ആധ്യാത്മിക, ഇത് കുറച്ചു കാലമായിട്ട് കേൾക്കുന്നൊരു. തീർച്ചയായും എനിക്ക് തോന്നുന്നു അതില് ഒരു വ്യക്തത നമുക്ക് അവർക്ക് നൽകണം. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. പക്ഷേ നന്ദേട്ട, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രണ്ടുപേരും നമുക്കൊപ്പം തന്നെ തുടരും.